ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. എ ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ ഈസ് എൻ എക്കണോമിക് അറേഞ്ച്മെൻറ്റ്. ഇതൊരു എക്കണോമിക് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ് ആണ്. ഓക്കെ, വെയർ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് റിമൂവ്സ് ട്രേഡ് ബാരിയേഴ്സ്. അവരുടെ ട്രേഡ് ബാരിയേഴ്സ് എടുത്ത് കളയും. ഇതൊക്കെ ട്രേഡ് ബാരിയേഴ്സ് സച്ച് ആസ് ടാരിഫ്, കോട്ട, ഇതൊക്കെ എടുത്ത് കളയും. ഇതിനു വേണ്ടിയാണ് എമംഗ് ദംസെൽസ് ആൻഡ് അഡോപ്റ്റ്സ് എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഓൺ ഇമ്പോർട്ട്സ്. ഒരു എക്സ്റ്റേണൽ ടാരിഫ്, ഒരു കോമൺ ആയിട്ടൊരു എക്സ്റ്റേണൽ ടാരിഫ് എല്ലാ രാജ്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യും ഫ്രം നോൺ മെമ്പർ കൺട്രീസ്. എവിടെ നിന്നാണ്? നോൺ മെമ്പർ ആയിട്ടുള്ള കൺട്രീസിൽ നിന്നാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ദ കൺസെപ്റ്റ് ഫോക്കസസ് ഓൺ ദ പോസിറ്റീവ് എഫക്ട്സ് ഓഫ് ട്രേഡ് ക്രിയേഷൻ. അതായത് ട്രേഡ് ക്രിയേഷനിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വിച്ച് ഒക്കേഴ്സ്, അത് എപ്പോഴാണ് ഒക്കേർ ചെയ്യുന്നത്? വിച്ച് ഒക്കേഴ്സ് വെൻ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ലീഡ്സ് ടു ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹയർ കോസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഹൈ ആവത്തില്ലേ, വിത്ത് ലോവർ കോസ്റ്റ് ഇമ്പോർട്ട്. അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ലോവർ കോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് അതിന് പരിഹാരമായിട്ട് ഇമ്പോർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ആ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രം മെമ്പർ കൺട്രീസ്. അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനെയാണ് ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻസ്. അതിൽ ഒന്നാമത്തത് എലിമിനേഷൻ ഓഫ് ഇൻറ്റേർണൽ ട്രേഡ് ബാരിയേഴ്സ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം മെമ്പർ കൺട്രീസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ടാരിഫ്സ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. ടാരിഫ് റെസ്ട്രിക്ഷൻസ് അതൊക്കെ മെമ്പർ കൺട്രീസ് നീക്കം ചെയ്യും. ഓർ ട്രേഡ് വിത്തിൻ ദ യൂണിയൻ. ഓക്കെ, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ്, ടാരിഫ്, ഇതെല്ലാം മെമ്പർ കൺട്രീസ് നീക്കം ചെയ്യും. രണ്ടാമത്തത് കോമൺ എക്സ്റ്റേണൽ ടാരിഫ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ CET എന്ന് പറയും. മെമ്പർ കൺട്രീസ് അഡോപ്റ്റ് എ യൂണിഫോം ടാരിഫ്. ഒരു യൂണിഫോം ടാരിഫ് കൊണ്ടുവരും ഓൺ ഇമ്പോർട്ട്സ് ഫ്രം നോൺ മെമ്പർ കൺട്രീസ്. ഓക്കെ, അടുത്തത് ട്രേഡ് ക്രിയേഷനാണ്. അതായത് റിമൂവൽ ഓഫ് ബാരിയേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ബാരിയേഴ്സൊക്കെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അലൗസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫ്ലോ മോർ ഫ്രീലി. കൂടുതൽ ഫ്രീ ആയിട്ട് രാജ്യത്തിനകത്തേക്ക് ഫ്ലോ ചെയ്യും. അപ്പം എനേബിളിംഗ് കൺട്രീസ് ടു ഇമ്പോർട്ട് ഫ്രം ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസേഴ്സ് വിത്തിൻ ദ യൂണിയൻ. യൂണിയനകത്തു നിന്നുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദിസ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ ഗെയിൻസ്. അപ്പം എക്കണോമിക് എഫിഷ്യൻസി വർദ്ധിക്കും, വെൽഫെയർ കൂടും, രാജ്യങ്ങളുടെ വെൽഫെയർ കൂടും, ഇതൊക്കെ സംഭവിക്കും. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് ട്രേഡ് ക്രിയേഷൻ. അതായത് കൺസിഡർ എ യൂണിയൻ ഫോംഡ് ബൈ കൺട്രി എ ആൻഡ് കൺട്രി ബി. ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത്. ബിഫോർ ദ യൂണിയൻ കൺട്രി എ പ്രൊഡ്യൂസസ് കാർസ് ഡൊമസ്റ്റിക്കലി അറ്റ് $20,000 പെർ കാർ. കൺട്രി എക്ക് ഡൊമസ്റ്റിക് ആയിട്ട് ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്ത് അവരവിടെ വിൽക്കുന്നതിന് $20,000 ഒരു കാറിന് ചാർജ് വരുന്നത്. എന്നാൽ കൺട്രി ബി ആണെന്നുണ്ടെങ്കിലോ അവർ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടാണ് കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോർ എഫിഷ്യൻ്റ്ലി അറ്റ് $15,000 ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർ കാർ. ബട്ട് കൺട്രി എ, ഇനി നേരെ തിരിച്ച് കൺട്രി എയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇമ്പോസസ് എ $10,000 ടാരിഫ് ഓൺ ഇമ്പോർട്ടഡ് കാർ. അതായത് അവർ ഇറക്കുമതി ചെയ്യുകയാണ്. ഉദാഹരണത്തിന് കൺട്രി എ കൺട്രി ബിയിൽ നിന്ന് ഒരു കാർ അവിടെ വിലക്കുറവല്ലേ, ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വരുന്ന വില എത്രയാണ്? ഈ ടാരിഫ് $10,000, അവിടുത്തെ വില $15,000 ചേർന്നിട്ട് $25,000 ആവും ഒരു കാർ ഇറക്കുമതി ചെയ്തത്. അതിനെക്കാട്ടും നല്ലത് ആ കൺട്രി എയിൽ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പം വിത്ത് ദ ടാരിഫ് കൺട്രി എ കണ്ടിന്യൂസ് ടു പ്രൊഡ്യൂസ് കാർസ് ഡൊമസ്റ്റിക്കലി. അത് ഇങ്ങനെ ഒരു ടാരിഫ് കിടക്കുന്നുണ്ട്, അവർ ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ കാർ ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇമ്പോർട്ടിംഗ് ഫ്രം കൺട്രി ബി, ബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ വുഡ് കോസ്റ്റ് $25,000, $25,000 ആവുന്നത് കൊണ്ട്. ഇനി ഈ കൺട്രി എയും കൺട്രി ബിയും കൂടെ ചേർന്ന് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ആഫ്റ്റർ ദ യൂണിയൻ ദ ടാരിഫ് ബിറ്റ്വീൻ കൺട്രി എ ആൻഡ് കൺട്രി ബി ഈസ് റിമൂവ്ഡ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നേരത്തെ പറഞ്ഞ $10,000 എന്നുള്ള ടാരിഫ് റിമൂവ് ചെയ്തു. അപ്പോൾ കൺട്രി എ ക്യാൻ നൗ ഇമ്പോർട്ട് കാർസ് ഫ്രം കൺട്രി ബി. ടാരിഫില്ലല്ലോ, അപ്പോൾ ഈസി ആയിട്ട് $10,000 തന്നെ ഇമ്പോർട്ട് ചെയ്യാം. റീപ്ലേസിങ് ഇറ്റ്സ് ഹയർ കോസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പോൾ അവിടുത്തെ ഹയർ ഡൊമസ്റ്റിക് കോസ്റ്റ് കൂടുതലായിരുന്നില്ല, $20,000 ആയിരുന്നില്ല. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ദിസ് ട്രേഡ് ക്രിയേഷൻ ബെനിഫിറ്റ്സ് കൺസ്യൂമേഴ്സ് ഇൻ കൺട്രി എ. അപ്പം കൺട്രി എയുടെ കൺസ്യൂമേഴ്സിന് അത് ബെനിഫിറ്റ് ചെയ്യുകയും ത്രൂ ലോവർ പ്രൈസസ്, എങ്ങനെയാണ് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കാർ മേടിക്കാൻ കഴിയുകയും ആൻഡ് ഇൻക്രീസ്ഡ് ചോയ്സ്. അപ്പം ചോയ്സ് കൂടുതലായിട്ടുള്ള ചോയ്സ് കിട്ടുകയും ചെയ്യുന്നു. ഇതിലൊരു ഡയഗ്രാം വരുന്നുണ്ട്, നമുക്ക് ഡയഗ്രാം പരിശോധിക്കാം. ഇതിൽ Y ആക്സിൽ പ്രൈസ് ഓഫ് ബട്ടറും X ആക്സിൽ ക്വാണ്ടിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ റെഡ് ലൈൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള റെഡ് ലൈൻ എന്ന് പറയുന്നത് UK ഡിമാൻഡ് ഫോർ ബട്ടറാണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് UK സപ്ലൈ ഓഫ് ബട്ടറാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ പ്രൈസ് ഓഫ് ബട്ടർ Pയും ക്വാണ്ടിറ്റി Qയും നിൽക്കുകയാണ്. ഓക്കെ, ഇനി ആ X ആക്സിന് പാരലായിട്ട് P2 പ്രൈസിൽ വരുന്ന ആ ഒരു ലൈൻ നോക്കുക. അത് സപ്ലൈ ഫ്രം യൂറോപ്യൻ യൂണിയൻ ആണ്. ഡെൻമാർക്കാണ് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. ഡെൻമാർക്കിൽ നിന്നുള്ള ആ ഒരു സപ്ലൈ ആണ്. ഓക്കെ, അത് ടാരിഫ് ഉള്ളപ്പോൾ അവസ്ഥയാണ് ആ കാണിക്കുന്നത്, വിത്ത് ടാരിഫാണ്.
ഓക്കെ. ഇനി അതിന് തൊട്ട് താഴെ P1 എന്ന പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് താഴത്തെ ലൈൻ നോക്കുക. അത് സപ്ലൈ ഫ്രം യൂറോപ്യൻ യൂണിയൻ, അതായത് ഡെൻമാർക്കിൽ നിന്നുള്ള സപ്ലൈ ആണ്. അത് വിത്തൗട്ട് ടാരിഫാണ്, ടാരിഫ് കൂടാതെ വരുന്നതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഈ ഡയഗ്രത്തിൽ അത് എങ്ങനെയാണ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ജോയിനിങ് ദ യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷം ദ വെൽഫെയർ ഗെയിൻഡ് ബൈ ദ UK, ആരാണ് UK യൂറോപ്യൻ യൂണിയൻ ചേർന്ന ശേഷം അവരുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഫ്രം ഇമ്പോർട്ടിങ് ചീപ്പർ യൂറോപ്യൻ യൂണിയൻ ബട്ടർ, അതായത് ഈ ഡെൻമാർക്കിൽ നിന്ന് ചീപ്പായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ നിന്നുള്ള ആ ബട്ടർ ഇമ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈസ് ദ ഗെയിൻഡ് കൺസ്യൂമർ സർപ്ലസ്, അതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്ന ഏരിയയാണ്. അതായത് മൊത്തത്തിലുള്ളത് ABCD എന്ന 4 പോർഷനാണ്. A+B+C+D ഇത്രയോടെ കൂട്ടുന്നതാണ്. ഇതിൽ നിന്ന് ലെസ് ദ ലോസ് ഓഫ് പ്രൊഡ്യൂസർ സർപ്ലസ്, അത് പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ലോസ് കുറയ്ക്കുമ്പോഴത്തേക്ക്, അതായത് A ആണ്, അപ്പോൾ A കുറയ്ക്കണം. അത് മാത്രമല്ല ലെസ് ദ ലോസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആ C എന്ന പോർഷനോടെ കുറയ്ക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ദ നെറ്റ് വെൽഫെയർ ഗെയിൻ ഈസ് ഏരിയ B+D, ആ D ഫോർ ഡോൾ. അപ്പോൾ ഈ 2 ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നെറ്റ് വെൽഫെയർ ഗെയിൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രീവിയസ്ലി, അതായത് ടാരിഫ് ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് ദ UK ഹാഡ് എ ടാരിഫ് ഓൺ യൂറോപ്യൻ യൂണിയൻ ഇമ്പോർട്ട്. അപ്പോൾ UK യൂറോപ്യൻ യൂണിയൻ്റെ ഇമ്പോർട്ടിൽ നിന്ന് ഒരു ടാരിഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൺലി കൺസ്യൂംഡ് Q3. അപ്പോൾ കൺസ്യൂം ചെയ്യുന്ന പോർഷൻ Q3 എന്നുള്ള പോർഷനാണ്. അത് നമുക്ക് പിക്ചറിൽ കാണാം. Q3 ആ ക്വാണ്ടിറ്റിയിൽ Q3 എന്നുള്ള പോർഷനാണ് കൺസ്യൂം ചെയ്യുന്നത്. ആൻഡ് പെയ്ഡ് P2 എന്നുള്ള പ്രൈസ് പേ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴോ ടാരിഫ് എടുത്ത് കളഞ്ഞപ്പോഴോ നൗ ഇറ്റ് കൺസ്യൂംസ് Q2. അപ്പോൾ Q2 നോക്കുക, അത്രയും ഇപ്പോൾ അവർ കൺസ്യൂം ചെയ്യാൻ കഴിയുന്നുണ്ട്. വില P1 അത്രയും വിലയും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോഴത്തേക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നത് ട്രേഡ് ഹാഡ് ബീൻ ഗെയിൻഡ്. അപ്പോൾ നമുക്ക് ട്രേഡിന് കുറച്ച് മെച്ചമുണ്ടായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം ട്രേഡിലൂടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്വാണ്ടിറ്റിയാണ് Q3 നിന്നും Q2 പോർഷൻ്റെ ആ ഡിസ്റ്റൻസ് ആ ഒരു മാർക്കിൽ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻസ്. അതിൽ ഒന്നാമത്തത് എക്കണോമിക് എഫിഷ്യൻസിയാണ്. എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് മോർ എഫക്റ്റീവ്ലി, റിസോഴ്സ് കൂടുതൽ എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ആസ് പ്രൊഡക്ഷൻ ഷിഫ്റ്റ്സ് ടു മോർ എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസേഴ്സ് വിത്തിൻ ദ യൂണിയൻ, ആ യൂണിയനകത്ത് ഒന്നുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലയേഴ്സിലേക്ക് ആ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെച്ചമുണ്ട്. അടുത്തത് ലോവർ കൺസ്യൂമർ പ്രൈസസ് ആണ്. അതായത് കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് ഫ്രം ലോവർ പ്രൈസസ്. ആൾക്കാർക്ക് കൺസ്യൂമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞത് കൊണ്ട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ട്രേഡ് വോളിയമാണ്. അതായത് ട്രേഡ് വോളിയം കൂടുന്നു. അതായത് ദ റിമൂവൽ ഓഫ് ബാരിയേഴ്സ് സ്റ്റിമുലേറ്റ്സ് ട്രേഡ് എമംഗ് മെമ്പർ കൺട്രീസ്, അതായത് മെമ്പർ രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് വർദ്ധിക്കുന്നു ആ ബാരിയർ ഇല്ലാത്തത് കൊണ്ട്. ഒക്കെ അടുത്ത എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. അതാണ് 4ാമത്തെ പോയിന്റ്. ഇൻറ്റഗ്രേഷൻ ഫോസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എങ്ങനെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കും, കൂടുതൽ ഇന്നൊവേഷൻസ് നടക്കും. ആൻഡ് എക്കണോമിക് ഇൻ്റർ ഡിപ്പെൻഡൻസ്, അതായത് രാജ്യങ്ങൾക്ക് പരസ്പരം ആശ്രയിക്കേണ്ടാത്ത ഒരവസ്ഥ, സ്വതന്ത്രമായിട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്നൊരവസ്ഥ വരും. നമുക്കിതിൽ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. അതായത് കീ കൺസിഡറേഷൻസ്. അതിൽ ഒന്നാമത്തത് ട്രേഡ് ക്രിയേഷൻ വേഴ്സസ് ട്രേഡ് ഡൈവേർഷൻ ആണ്. അതായത് വൈൽ ട്രേഡ് ക്രിയേഷൻ ബെനിഫിറ്റ്സ് ഓൾ മെമ്പേഴ്സ്, അതായത് ട്രേഡ് ക്രിയേഷൻ എല്ലാ മെമ്പർ രാജ്യങ്ങളെയും ബെനിഫിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കസ്റ്റംസ് യൂണിയൻസ് മേ ആൾസോ ലീഡ് ടു ട്രേഡ് ഡൈവേർഷൻ. അവിടെ ട്രേഡ് ഡൈവേർഷനും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ചീപ്പർ ഇമ്പോർട്ട്സ് ഫ്രം നോൺ മെമ്പേഴ്സ്, അതായത് നോൺ മെമ്പർ നേഷൻസിൽ നിന്ന് ചീപ്പറായിട്ടുള്ള ഇമ്പോർട്ട്സ് അവർ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് ആർ റീപ്ലേസ്ഡ് ബൈ മോർ എക്സ്പെൻസീവ് ഇമ്പോർട്ട്സ് ഫ്രം മെമ്പർ കൺട്രീസ്, അതായത് മെമ്പർ കൺട്രീസിൽ നിന്ന് മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇറക്കുമതി ഈ നോൺ മെമ്പർ കൺട്രിയിൽ നിന്നുള്ള ആ ഒരു ചീപ്പറായിട്ടുള്ള ഇമ്പോർട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ട്രേഡ് ഡൈവേർട്ടഡ് ആയി പോവുകയാണ്. മനസ്സിലായി? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഡ്യൂ ടു ദ കോമൺ എക്സ്റ്റേണൽ ടാരിഫ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് അവിടെ ഉണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഇൻ ലെസ് കോമ്പറ്റീവ് കൺട്രീസ്, അതായത് ലെസ് കോമ്പറ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ ആ രാജ്യത്തിൻ്റെ ഉള്ളിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അവർ സ്ട്രഗിൾ ചെയ്യും. അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അത് റിക്വയറിങ് സപ്പോർട്ട് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ, അതായത് ഈ ഇറക്കുമതി കയറ്റുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.